ലീഗിനെ കാലുവാരിയവരോട് പരലോകത്ത് കാണാമെന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി. ലീഗ് സ്ഥാനാർത്ഥിയെ കാലുവാരി തോൽപ്പിച്ചവർ പരലോകത്ത് കൈയും കെട്ടിനിന്ന് മറുപടി പറയേണ്ടി വരുമെന്നും മുജീബ് പറഞ്ഞു. മലപ്പുറം പെരിന്തൽമണ്ണയ്ക്കടുത്ത് മേൽമുറിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയികളായവർക്കുള്ള സ്വീകരണവും പൊതുസമ്മേളനവും ഒരുക്കിയ വേദിയിലായിരുന്നു മുജീബ് കാടേരിയുടെ വികാരനിർഭരമായ പ്രസംഗം. കൂടെ നടന്നു പാർട്ടിയെ വഞ്ചിച്ചവരോടുള്ള പ്രതികരണമെന്ന നിലയ്ക്കായിരുന്നു മതവൈകാരികത കലർത്തിയ മുജീബിന്റെ വികാരനിർഭരമായ പ്രസംഗം. മുസ്ലിം ലീഗിനെ കാലുവാരി തോൽപ്പിച്ചവർ പരലോകത്ത് കയ്യും കെട്ടിനിന്ന് മറുപടി പറയേണ്ടി വരുമെന്ന് മുജീബ് പറഞ്ഞു. ആരെങ്കിലും ഒരാൾ ഈ പാർട്ടിയുടെ കൂടെ നിന്ന് ഈ പാർട്ടിയെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കാലാകാല ആഖിറത്തിൽ നിങ്ങൾ കൈകെട്ടി മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യുമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ തോൽപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ അല്ല, നിങ്ങൾ തോൽപ്പിച്ചത് കോണിച്ചിഹ്നത്തിൽ മത്സരിച്ച ലീഗിന്റെ സ്ഥാനാർത്ഥിയെ അല്ല, നിങ്ങൾ തോൽപ്പിച്ചത് മദ്രാസിലെ പള്ളിയുടെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ നേതാവ് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന സൂഫി വര്യന്റെ രാഷ്ട്രീയ സത്യസന്ധതയാണ്. നിങ്ങൾ മുമ്പ് പിടിച്ച കൊടി പച്ചയായിരുന്നുവെങ്കിൽ, നിങ്ങൾ മുമ്പ് പിടിച്ച നേതാവിന്റെ പേര് പാണക്കാട് തങ്ങളായിരുന്നുവെങ്കിൽ, നിങ്ങൾ പിടിച്ച കൊടിയുടെ കളർ ഈ അർദ്ധചന്ദ്രാംഗ ഹരിത പതാകയായിരുന്നുവെങ്കിൽ, വഞ്ചിക്കുകയും ചതിക്കുകയും കൂടെ നിന്ന് പാലം വലിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം കായികമില്ലത്തിന്റെ പാർട്ടിയിൽ അംഗമെടുത്തവർക്കില്ല. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ മുജീബ് കാടേരി മലപ്പുറം നഗരസഭാ ചെയർമാനുമാണിപ്പോൾ. മലപ്പുറം നഗരസഭയിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷം നഗരസഭാ ചെയർമാനാകുന്ന പ്രായം കുറഞ്ഞ വ്യക്തിയും മുജീബാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ വിമതർ കാലുവാരി തോൽപ്പിച്ചിരുന്നു.